അമ്മ ഓർമ്മകൾ പങ്കുവെച്ച് എഴുത്തുകാർ. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി CS സുബ്രഹ്മണ്യൻ പോറ്റി ഗ്രന്ഥശാലയിലാണ് എഴുത്തുകാർ അമ്മ ഓർമ്മകൾ പങ്കുവെച്ചത്. അമ്മ മഴക്കാറ് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി CS സുബ്രഹ്മണ്യൻ പോറ്റി ലൈബ്രറിയിൽ അമ്മ മഴക്കാറ് എന്ന പേരിൽ എഴുത്തുകാരികൾ അമ്മ ഓർമ്മകൾ പങ്കുവച്ചു. അശ്വതി അജി മോഡറേറ്ററായി. ഒരു ഹോസ്പിറ്റലാണ്, കൃഷ്ണപുരത്തുള്ള ഹോസ്പിറ്റലാണ്. പക്ഷെ ആ അമ്മ എന്നെ പ്രസവിക്കുന്നത് അവരുടെ വീട്ടിലാണ്. ഒരു സാങ്കേതിക സഹായങ്ങളുടെ ഒന്നും സഹായമില്ലാതെ എൻ്റെ അമ്മ ഒരു നഴ്സിൻ്റെ മാത്രം ബലത്തിൽ അവരുടെ വീട്ടിലെ ഒരു മുറിയിലാണ് എന്നെ പ്രസവിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കൊന്നും അറിയില്ല. ഞാൻ ഈ കഥകൾ ഇങ്ങനെ ആൾക്കാരോട് പറയുമ്പോൾ അവരെന്നോട് ചോദിക്കും അതെന്തായിരിക്കും അങ്ങനെ. ഞാൻ പറയാം അതെനിക്കറിയില്ല. നീ സ്വന്തം മകളൊരു തറവാട്ടിൽ പിറന്നവളാകട്ടെ എന്നുള്ള ഒരു തറവാട്ടിൽ പിറന്നതാണെന്ന് പറയാനുള്ള ചോദിക്കണം ആവട്ടെ പറയാനുള്ള ഇട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷെ അമ്മ അങ്ങനെ ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇടക്കുളങ്ങര ഗോപൻ, മായ ശിവപ്രസാദ്, സീന രവി, ഡോക്ടർ സുഷമ, ശ്രീജ ഗോപൻ, രാജി അജികുമാർ, സുചിത്ര, മഞ്ജുഷ, ശ്രീകുമാരി, ഓമന, സീതാകുമാരി എന്നിവർ പങ്കെടുത്തു. എഴുത്തുകാരൻ ഗോപകുമാർ തെങ്ങമം ലളിതാംബിക അന്തർജനം അനുസ്മരണ പ്രഭാഷണം നടത്തി. നമ്മുടെ രാജ്യം നമ്മളെല്ലാം ജീവിക്കുന്നത് എപ്പോഴാണ് നമ്മൾ ഈ രാജ്യത്തിന് അന്യരാകി പോകുന്നത് എന്ന് നമുക്കറിയില്ല. ഇതൊരു ഭയങ്കര അവസ്ഥയാണ്. ഇപ്പോഴിതാ നമ്മുടെ പാസ്പോർട്ട് പോലും നമ്മുടെ നാഷണാലിറ്റിക്ക് തെളിയിക്കുന്ന ഒരു സാധനമല്ല എന്ന് വരും. അപ്പൊ പിന്നെ നമ്മളൊക്കെ ഈ രാജ്യക്കാരാണോ എന്ന് തെളിയിക്കാൻ ഇനി എന്തൊക്കെയാണ്? അപ്പൊ അത്തരം ഒരു സാഹചര്യം ഈ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ KR മീര എഴുതിയ നോവൽ ആ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് പോകുന്നത്. കഥ വേറെയാണ്, ആ രീതിയിലേക്ക് പോകുന്നത്. ഞാനതൊരു ആമുഖമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. മാത്രമല്ല ഈ വായനശാലയും അതുപോലെ വായനയെക്കുറിച്ചും പറയുമ്പോൾ പുസ്തകങ്ങളെ കൂടി നമ്മൾ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമാണ്. സിന്നും ഇതുപോലെ തന്നെയാണ്. ഇതുപോലെയല്ല, അതൊരു സീത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തന്റെ കാമുകനെ തേടി പോകുന്നു. അത് ഉസ്ബെക്കിസ്ഥാൻ അല്ല, അത് കസാഖിസ്ഥാൻ. എല്ലാം കൺഫ്യൂഷൻ ആവുന്നു രണ്ടും ഏകദേശം. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് നോവലുകളുടെയും വിവാദത്തിന് പാത്രമാവുന്നത്. അപ്പൊ ചിലപ്പോൾ നമ്മുടെ എഴുത്തുകാരികൾ ഉണ്ടാകുന്നത് അത്തരം സാമൂഹ്യ സാഹചര്യങ്ങളിലാണ് എന്ന് പറയാൻ കൂടിയാണ് ഞാനിത് പറഞ്ഞത്. N രാജൻപിള്ള അധ്യക്ഷത വഹിച്ചു. A സജീവ്, S ശിവകുമാർ, NS അജയകുമാർ, സബിത ബി നായർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.